കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക്. കൊല്ലത്തെ ചക്കക്കൊമ്പന്മാർ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ ചക്കകൾ ഉൾവനത്തിൽ എത്തിച്ച് വനം വകുപ്പ്. മനുഷ്യ മൃഗ സംഘർഷ മേഖലയായ തെന്മല ചെറുകടവിലും ഉൾവനമായ കരിത്തോടിലും കുമ്പഴക്കടവിലും കാട്ടാനകൾക്ക് 100ഓളം ചക്ക സദ്യ ഒരുക്കി എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരുടെ ജനവാസ മേഖലയിലേക്കുള്ള ഈ കാട്ടാനകളുടെ ചക്കക്കൊമ്പൻ്റെ വരവ് തടയാനുള്ള ഒരു പുതിയ ഉപായം കണ്ടുവച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടാണ് നമ്മൾ ഇനി ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇന്നിപ്പോൾ കാണുന്നത്. അതിനുശേഷം സ്പീഡ് ന്യൂസിലേക്ക് പോവുകയാണ്. വർഷ സ്പീഡ് ന്യൂസുമായി എത്തും. ഗുഡ് മോർണിംഗ് കേരളം നാളെ കാണാം ഇതേ സമയം. മനുഷ്യമൃഗ സംഘർഷ മേഖലകൾ, ആ മേഖലകളിൽ എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നു? ഇത് പഠിച്ചുകൊണ്ടാണ് വനം വകുപ്പ് ഇതുപോലെയുള്ള ഈ ഭക്ഷ്യവസ്തുക്കൾ ഇപ്പോൾ വനത്തിനുള്ളിൽ ആനകൾക്ക് എത്തിക്കുകയാണ്. ആദ്യം വനം വകുപ്പ് സംഘം മനുഷ്യമൃഗ സംഘർഷ മേഖലയായ തെന്മല ചെറുകടവിൽ നിന്ന് ചക്ക ശേഖരിച്ചു. ഇവിടെ ചക്കക്കൊമ്പന്മാർ ചക്ക തേടി എത്തും ഇടം. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസവുമില്ല. പറമ്പിൽ കയറി ചക്ക അടത്തും. വരും വഴി കൃഷിയും അകത്താക്കും. വന്യമൃഗശല്യം രൂക്ഷം. ഇവിടം കൃഷി അസാധ്യമെന്ന് ചെറുകടവ് റജി പറയുന്നു. ഈ ചക്ക എന്ന് പറഞ്ഞാൽ ഈ ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ആനയുടെ നിരന്തരമായ ശല്യമാണ്. ഈ ചക്ക പ്ലാവ് കുലുക്കി ഈ ചക്ക തറയിട്ട് ഇത് ഭക്ഷണം ഇത് കഴിക്കുക. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എത്ര നേരം വെളുത്താലും ഇത് പോകില്ല. ഇത് ഭക്ഷണം വയറ് നിറഞ്ഞതിന് ശേഷം ഇത് പോകത്തുള്ളൂ. വളരെ നല്ല കാര്യമാണ്. ഇപ്പം നമുക്കിപ്പം കുറേ ചക്ക നഷ്ടപ്പെട്ടെന്നാലും വേണ്ടിയല്ല ഈ മൃഗ ശല്യം ഉണ്ടാകത്തില്ലല്ലോ. ആനയുടെ ശല്യം ഉൾക്കാട്ടിലേക്ക് ഈ ഭക്ഷണം എത്തിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് കഴിച്ചിട്ട് പോകും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് കുമ്പഴക്കടവ് എന്ന് പറയുന്ന വനമേഖലയിലാണ്. ഇത് ആനത്താര കൂടിയാണ്. ആനത്താരയിലാണ് ഇപ്പോൾ ഈ മുളയും മറ്റും വീണ് ഇതിൻ്റെ മാർഗതടസ്സം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ വാഹനം മുന്നോട്ട് പോകണമെങ്കിൽ വനം വകുപ്പിന് ഈ മാർഗതടസ്സം നീക്കി മാത്രമേ മുന്നോട്ട് പോകാനാവൂ. ചക്ക കൊടുക്കാനാണ് ഈ പോകുന്നത്. ജനവാസ മേഖലയിൽ നിന്ന് 12 കിലോമീറ്റർ ഉൾവനത്തിൽ കരിത്തോടിലും കുമ്പഴക്കടവിലും ആനത്താരയിലും ആന വെള്ളം കുടിക്കുന്ന കുളക്കരയിലുമാണ് ചക്ക നിരത്തിയത്. ഇത് നമ്മുടെ തെന്മല പഞ്ചായത്ത് കുമ്പഴക്കടവ് കുളം. ഇവിടെയാണ് ആനയുടെ വാസകേന്ദ്രമാണ്, അവരുടെ വീട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഗുരുവായൂർ കേശവന് അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മുടെ തൃക്കടവൂർ ശിവരാജുവിനെ പോലുള്ള പല ഗജവീരന്മാരും വിളയാടുന്ന കേന്ദ്രമാണ്. അവിടെയാണ് അവർക്ക് കുശാലായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വനം വകുപ്പ് ചക്ക കൊണ്ട് വെക്കാൻ പോവാണ്. അവരിവിടെയാണ് വന്ന് വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിക്കുകയും ചെയ്യാം, ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അതിന് ചക്ക കൊണ്ട് വെക്കാൻ പോകുന്ന ആ പദ്ധതി ഇതാ ഇവിടെയാണ്. ചക്കയുടെ സീസൺ ആയതിനു ശേഷം ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ പ്ലാവുള്ള സ്ഥലങ്ങളിലാണ്, ചക്കയുള്ള പ്ലാവുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ആന എത്താറുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ സാധന ചെയ്യുന്ന പോലെ പിന്നെ മങ്കി കണ്ട് ഉപയോഗിച്ച് സൗണ്ട് ഉണ്ടാക്കിയൊന്നും ചെയ്താൽ പോകത്തില്ല. ചക്ക അടത്തിയിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു ഇപ്പം ഈ ചക്ക അടത്താനായിട്ടാണ് വരുന്നതെന്ന് ഉറപ്പാണ്.
അപ്പോൾ പിന്നെ അതിൻ്റെ ആവാസ സ്ഥാനത്ത് തന്നെ ചക്ക കൊണ്ടു കൊടുത്താൽ എന്താണ് നമ്മളൊന്ന് ആലോചിച്ചത്, അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ. അമ്പനാർ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അജയ്കുമാർ, SFO അബൂ തൽഹാദ്, ബീറ്റ് ഓഫീസർ വിജി, ഫോറസ്റ്റ് വാച്ചർ അജി, ദിവസവേതന വാച്ചർമാരായ ബേബി, മോനച്ചൻ ഇവരുൾപ്പെട്ട സംഘം ചക്കക്കൊമ്പന്മാർക്കായി ചക്ക അവരുടെ ആവാസ വ്യവസ്ഥയിൽ ഒരുക്കുകയായിരുന്നു. ചക്ക സീസൺ വരെ ഈ സദ്യ തുടരും. ചക്ക സീസൺ കഴിഞ്ഞാൽ പിന്നെ ചക്ക തേടി ജനവാസ മേഖലയിൽ വരില്ലെന്നാണ് വനം വകുപ്പ് കരുതുന്നത്. ചക്ക റെഡിയാണ്, അവർ വെച്ചും കഴിഞ്ഞു. ഇനി നമ്മുടെ ഗജരാജന്മാർ, ആനകൾ എല്ലാം ഇവിടെ വരണം, ഇത് കഴിയണം. അതോടെ ജനവാസ മേഖലയിലുള്ളവരുടെ ഒരു ആശങ്കയും ഒഴിയുമെന്നാണ് വനം വകുപ്പിൻ്റെ പ്രതീക്ഷ. വനത്തിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.